സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് നമ്മുടെ ഒക്ടോബർ 15 എത്തി. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് ഇതാ വരാനായിട്ട് പോവാണ് അല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ സെക്ഷൻ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇനിയും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനിയെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ വളരെ ലേറ്റ് ആണ്. കാര്യം വേറൊരു എക്സാമും പോലെ അല്ല. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അഡ്വൈസസോ കാര്യങ്ങളോ ഒന്നും പോകുന്ന വേറെ എക്സാമോ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. സോ അത്രയും എക്സൈറ്റഡ്, അത്രയും പ്രിപ്പയർഡ് ആയിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഒരു ലാസ്റ്റ് റൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ അതെല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മുടെ PSCയുടെ അണ്ടറിലുള്ള ഡിഫറൻറ്റ് കമ്പനീസിലേക്കും നമ്മുടെ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലേക്കും അതുപോലെ നമ്മുടെ കമ്പനികളിലേക്കും കോർപ്പറേഷനിലേക്കും എല്ലാം ഉള്ള വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ വരും അല്ലേ. നമുക്ക് നമ്മുടെ KMML, KSFE അതുപോലെ അങ്ങനെ KSRTC എല്ലാത്തിനും നമ്മുടെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എല്ലാം എന്ത് ചെയ്യും, ഈ ഒരു കാറ്റഗറിയിൽ വരും. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അണ്ടറിലുള്ള എല്ലാ കമ്പനീസിലേക്കും എല്ലാ ബോർഡിലേക്കുമുള്ള അപ്പോയിൻമെന്റ്സ് ആണ് അല്ലെ. എല്ലാ ബോർഡിലേക്കുമുള്ള അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ ഏതിൽ വരും, നമ്മുടെ ഈ ഒരു എക്സാമിൽ വരും. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. ഇതിലായിട്ട് ചില്ലറ വേക്കൻസീസ് വല്ലതും ആണോ വരുന്നത്? അല്ല, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാലും അതിലെല്ലാം അത്യാവശ്യം വേക്കൻസീസും കാര്യങ്ങളും എല്ലാം വരുന്ന കിഡിലൊരു എക്സാം ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ഖാദി ബോർഡ് വരും, അതുപോലെ ബോഡീസ് നമ്മുടെ KMML വരും, നമ്മുടെ KSRTC എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്തായിട്ടൊക്കെ എല്ലാം ഉള്ള കമ്പൈൻഡ് ആയിട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എത്ര വേക്കൻസീസ് വരും? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചെയ്താലും യൂണിവേഴ്സിറ്റി ചെയ്താലും എല്ലാവർക്കും അറിയാം, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടാൽ മാത്രമേ, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ അത്രയും മുകളിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ഉറപ്പ് പറയാനായിട്ട് പറ്റൂ, നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉറപ്പ് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അതിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. ഏകദേശം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒക്ടോബറിൽ നമുക്ക് എന്ത് വരുന്നതാ, നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും. നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലേ. സോ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇത് നോക്കണ്ട, എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലേ 2024 ലാസ്റ്റ് എന്ത് വരുന്നത്, 2024 ലാസ്റ്റ് നമുക്ക് ലിസ്റ്റ്, നിലവിൽ ലിസ്റ്റ് ഇപ്പോൾ 2024 വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓൾറെഡി പകുതി സമയം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു. ഒരുപാട് അഡ്വൈസുകൾ ആ ലിസ്റ്റിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എത്ര നാൾ കൂടി ഉണ്ട്, എത്ര നാൾ കൂടി നമുക്ക് ലിസ്റ്റിന് കാലാവധി വരുമെന്ന് വെച്ചാൽ മാർച്ച് 2024 വന്നുകൊണ്ട് തന്നെ അടുത്ത മാർച്ച് വരെ 2027 മാർച്ച് വരെ ഇപ്പോഴത്തെ നിലവിൽ ലിസ്റ്റിന് എന്തുണ്ടായിരിക്കും, കാലാവധി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മാർച്ച് 2027 എന്ത് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസിന്റെ മെയിൻ ലിസ്റ്റ് നമുക്ക് വരുന്നത് എന്നത്തേക്കായിരിക്കും, 2027 മാർച്ചിലേക്കായിരിക്കും. ഈ 2027 മാർച്ചിൽ നമുക്ക് ഈ മെയിൻ ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻസ് എക്സാം എന്ന് നടക്കുന്നതാണ് ഡിഗ്രി ലെവൽ. നമ്മുടെ ഇതിന്റെ മെയിൻ എക്സാം 2026 എൻഡോട് കൂടി തന്നെ എന്ത് ചെയ്തിരിക്കണം, നടന്നിരിക്കണം അല്ലെ. 2026 നമുക്ക് ഓഗസ്റ്റ് തൊട്ട് ഇങ്ങോട്ട് സെപ്റ്റംബർ, ഒക്ടോബർ ഏത് മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഡിസംബർ വരെയൊക്കെ പോകാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ 2026 ഏകദേശം അവസാനത്തോടു കൂടിയൊക്കെ എന്ത് ചെയ്തിരിക്കണം, മെയിൻ എക്സാംസ് നടന്നിരിക്കണം അല്ലേ. അപ്പോൾ മെയിൻ എക്സാം നടന്നിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ 2026 പകുതിയോടുകൂടി തന്നെ എന്ത് ചെയ്തിരിക്കണം, നമുക്കറിയില്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നിങ്ങൾ നോക്കിയെന്നുണ്ടെങ്കിൽ മെയിൻസും അതുപോലെ പ്രിലിംസും തമ്മിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിന്റെ ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലേക്ക് എന്ത് നടന്നിരിക്കണം, നമ്മുടെ പ്രിലിംസ് നടന്നിരിക്കണം. നമുക്ക് എക്സാക്ട് പറയാൻ പറ്റാത്തത് നമുക്ക് ഇനിയും കുറച്ച് നോട്ടിഫിക്കേഷൻസ് കൂടെ വരാനുണ്ടല്ലേ. പ്രിലിംസ് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എന്ത് വരണം, നോട്ടിഫിക്കേഷൻ വരണം. SBSCD, എക്സൈസ്, അങ്ങനെ കുറച്ചധികം ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ നമുക്ക് വരാനുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാക്ട് ആയിട്ട് നമ്മുടെ പ്രിലിംസ് എന്ന് വരുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഉറപ്പായിട്ടും ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് മെയിൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഈ 3 മാസങ്ങളിൽ പകുതിയോടുകൂടി തന്നെ എന്ത് നടന്നിരിക്കണം, പ്രിലിംസ് നടന്നിരിക്കണം. അപ്പോൾ ഇനി എത്ര മാസം ഉണ്ടെന്ന് കണക്കൂട്ടി നോക്കുക. 10 മാസം നമുക്ക് തയ്ച്ചുണ്ടോ? ഇല്ല, ഇപ്പോഴേ പഠിച്ച് തുടങ്ങേണ്ട ടൈമാണ്. പ്രിലിംസ് എക്സാം ഒക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞു എന്ന് വെച്ച് നമ്മൾ ആദ്യം പ്രിലിംസിനാണോ, അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ചെറിയ ടൈമിൽ ഇത്രയും എഫർട്ട് ഇട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണം അല്ലേ, എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത്? ഏറ്റവും അത്യാവശ്യം നമ്മൾ ഈ കഴിഞ്ഞ ലിസ്റ്റ് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ. 13/3/2024 എന്ത് തന്നിരിക്കുന്ന ലിസ്റ്റ് വന്ന് ഫസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 13/2/24 വരെയാണ് അല്ലേ. അപ്പോൾ 25 നമ്മളിപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഡേറ്റ് കൺസിഡർ ചെയ്ത് നോക്കിയാൽ ലാസ്റ്റിൽ നിന്നും അല്ലേ 1600+ വേക്കൻസി, 1600+ അഡ്വൈസേഴ്സ് ആണ് ഈ ഒരു 1.5 വർഷത്തിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ലിസ്റ്റിൽ നിന്നും പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എത്ര വോട്ടുണ്ട്,
ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇതുവരെ തന്നെ 1600, 1.5 വർഷമായിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് 1.5 വർഷം അല്ലേ, ഇനി 1.5 വർഷം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ 1.5 വർഷത്തിൽ എന്താണ് ഇത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും അഡ്വൈസുകളാണ് ഈ ഒരു 1.5 വർഷത്തിൽ തന്നെ അവിടെ പോരുക. അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, 3500+ വേക്കൻസിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു അഡ്വൈസിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോകുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാംസിൽ ഇത്രയും അഡ്വൈസുകൾ കൃത്യമായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് ഇത്രയും അഡ്വൈസ് കറക്റ്റ് ആയിട്ട് പോകുന്നത്. സോ അത് തന്നെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞിട്ട് ഇത്രയും വേക്കൻസി വരുന്ന, ഇല്ലെങ്കിൽ എന്താണ് ഒരു 100 പേര് എക്സാം എഴുതുകയാണെങ്കിൽ പോട്ടെ, ഒരു 100-110 പേര് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കും, ഓൾമോസ്റ്റ് നമ്മൾ ഈ പറഞ്ഞിട്ട് 4 ലക്ഷമൊക്കെ ആയിരിക്കും വരുന്നത്. 4 lakh പ്ലസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം വരും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമുക്കൊരു 4500 പേർക്കൊക്കെ എങ്കിലും എന്ത് ചെയ്യും, ഈ പറയുന്നോട്ട് നമ്മൾ ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, 4000+ അഡ്വൈസ് നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരാൻ പോകുന്ന നമ്മുടെ എക്സാംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ റിസൾട്ടിനനുസരിച്ച്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് എത്ര വലിയ ലിസ്റ്റാണോ വരുന്നത് അതിനനുസരിച്ച് തന്നെ അഡ്വൈസസും പോകുന്ന ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ 1.5 വർഷത്തിൽ തന്നെ എന്താണ് ഇത്രയും വേക്കൻസീസ്, 1600+ വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഇപ്പം നമ്മൾ 2022 എടുത്താൽ തന്നെ എന്താണ്, 22 എടുത്താൽ തന്നെ 3000, അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മുമ്പത്തെ ലിസ്റ്റിലാണെങ്കിലും അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വൈസസും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. സോ അതിനകത്ത് നമുക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എന്തെന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അഡ്വൈസ് പോകുന്ന കാര്യത്തിലൊന്നും ഒരു പിശുക്കുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ കട്ട് ഓഫ് ഒക്കെ നോക്കിയാൽ തന്നെ എന്താണ്, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ലാസ്റ്റ് നമ്മൾ 2021 അല്ലെങ്കിൽ 2025 നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 46.76 കട്ട് ഓഫ് വരുന്നത്. അതുപോലെ നമ്മൾ ഏതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്, 50 50+ നമുക്ക് എന്ത് വരുന്നുണ്ട്, കട്ട് ഓഫ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഏതാണ് കമ്പനി ബോർഡിലേക്ക് വരുമ്പോഴത്തേക്ക്, കമ്പനി ബോർഡിൽ വരുമ്പോൾ നമ്മൾ പ്രീവിയസ് കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, 43.33 ഒക്കെ നമുക്ക് എന്ത് വരുന്നുള്ളൂ, കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം വരുന്നുള്ളൂ. കട്ട് ഓഫ് ആ ഒരു റേഞ്ചിൽ നമുക്ക് വരുന്നുള്ളൂ. സോ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ പേര് എന്താണ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവാനുള്ള ചാൻസസും എന്താണ് വളരെ കൂടുതലാണ്. കമ്പയർഡ് ടു അതർ ഡിഗ്രി ലെവൽ എക്സാംസ് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻക്ലൂഡ് ആവാനുള്ള ചാൻസസും എന്താണ് കൂടുതലാണ്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസ് എന്ന് പറയുന്നില്ല. ബാക്കി ഒരു ഡിഗ്രി ലെവൽ എക്സാംസും പോലെ അല്ല. അതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഇതിനു വേണ്ടി എന്ത് ചെയ്യണം, എഫർട്ട് എടുക്കണം എന്ന് പറയുന്നത് അല്ലേ. ഇനി ആർക്കൊക്കെ എഴുതാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഗ്രാജുവേഷൻ തന്നെയാണ് എന്ത് വരുന്നത്, ഒരു വാലിഡ് ഗ്രാജുവേഷൻ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം, ഡിഗ്രി ലെവലാണ്. നമുക്ക് ഏതെങ്കിലും വാലിഡ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് വേണം, ഡിഗ്രി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മതി. ആൻഡ് ഏജ് ലിമിറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം 18 വയസ്സ് മുതലാണ്. 18 വയസ്സ് മുതലുള്ളവർക്ക് എന്ത് ചെയ്യാം, എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഈ ഒരു കോഴ്സിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 മുതൽ 36 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അല്ലേ, അതായത് 2/1/1989 ശേഷം ജനിച്ചവർക്കാണ് ജനറൽ കാറ്റഗറിയിൽ എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. OBC കാറ്റഗറി വരുമ്പോഴത്തേക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് 3 വർഷം, 39 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1986 വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, OBC കാറ്റഗറിയിൽ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 2 വർഷം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 5 വർഷമാണ് റിലാക്സേഷൻ വരുന്നത്, 41 വയസ്സ് വരെ. അതായത് 2/1/1984 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, SC/ST കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏജ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, ഈ ഒരു ഡേറ്റിന് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റിന് ശേഷം, നാളത്തെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ ഈ ഒരു ഡേറ്റിന് ശേഷം എന്താണ്, ജനിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, സോ ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഏജ് ലിമിറ്റും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ്, വലിയ രീതിയിൽ പേ സ്കെയിലും കാര്യങ്ങളും എല്ലാം വരുന്ന വളരെ ഡീസൻ്റ്, വിച്ച് മീൻസ് ഇൻ സർവീസ് പ്രൊമോഷൻ ഒക്കെ ഒരുപാട് പോസ്റ്റുകളിലേക്ക് വരുന്ന ഒരു എക്സാമും കൂടിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിട്ട് എന്താണ്, അസിസ്റ്റന്റ് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും സീനിയർ അസിസ്റ്റന്റ്, അതുപോലെ ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, അങ്ങനെ ലാസ്റ്റ് ഒരു മാനേജർ പോസ്റ്റ് വരെ, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്, അതാണ് ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത്. മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇൻ സർവീസ് പ്രൊമോഷനിലൂടെ എത്താനായിട്ട് പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് ഇതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് എന്ന് പറയുന്നത്. സോ അസിസ്റ്റന്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡീസന്റ് ലെവൽ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, പേ സ്കെയിൽ വരുന്നുണ്ട്. 10th ലെവലാണ് പേ സ്കെയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പേ സ്കെയിൽ നിന്നും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേ ലെവലിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇൻക്രീസ് ചെയ്യാനായിട്ടും എല്ലാം പറ്റും. സോ എല്ലാം കൊണ്ടും നിങ്ങൾ നല്ല എഫർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്വൈസ് പോകുന്ന വളരെ ഡീസൻറ്റ് പ്രൊഫൈലുള്ള ഒരു ജോലി തന്നെയാണ് ഇതെന്ന് പറയുന്നത്, ഏത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. പഠിച്ചു തുടങ്ങണ്ടേ, പഠിച്ചു തുടങ്ങാൻ ടൈമായി, നമുക്കിനി സമയം കണ്ടോ, ഡേറ്റ് ഇല്ലാതെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി പ്രിലിംസ് വിത്തിൻ 10 months, അതിനകത്ത് തന്നെ നമുക്ക് എന്ത് വരും, പ്രിലിംസും മെയിൻസും എല്ലാം കാര്യങ്ങളും വരാൻ പോവാണ്.
ആദ്യമേ പ്രിലിംസ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് പ്രിലിംസ് മെയിൻസ് എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പ്രിലിംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രിലിംസിൽ തന്നെ എന്താണ് മെയിൻസിനുള്ള ഒരുപാട് ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിലിംസിന്റെ സിലബസിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രിലിംസിന്റെ സിലബസിൽ തന്നെ പഠിക്കുക. അതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞില്ല മാത്സ് അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഒറ്റ പഠിത്തത്തിലൂടെ നമ്മൾ പ്രിലിംസിന്റെ പഠിത്തത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 30 മാർക്സ് അവിടെ തന്നെ സെറ്റ് ആക്കണം. ദെൻ നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് വേണം, മെയിൻസിന് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതല്ലേ മെയിൻസിനും കൂടെ നമ്മൾ അല്ലെങ്കിൽ എന്താണ് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല. പ്രിലിംസ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റുകളും ജനറലും എല്ലാം ഒരുമിച്ച് പഠിച്ച് പ്രിലിംസിന് നമുക്ക് മെയിൻസിന് സെപ്പറേറ്റ് വേണ്ട ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ടൈമായി നമുക്കറിയാം കോമ്പറ്റീഷൻ, നമ്മൾ ഇത്ര വേക്കൻസി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരെയും കവർ ചെയ്ത് ഏറ്റവും ആദ്യം ജോലി വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പം അതിന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമുക്കിനി സമയമില്ല. നന്നായിട്ട് എഫേർട്ട് എടുത്താൽ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് അല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് പഠിച്ചു പക്ഷേ ലക്കില്ലാത്തതുകൊണ്ട് ജോലി കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ, നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത ലിസ്റ്റിൽ നിങ്ങൾക്ക് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഇനി ടൈം കളയാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇത്രയും ഡീസൻറ്റ് ഇത്രയും അടിപൊളി ഒരു ജോലിയൊക്കെ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ഒരുമിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നെയാണ്. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ AZB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് വൈസ് ഫോക്കസ് സെക്ഷൻസ് കൂടാതെ തന്നെ എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസും എല്ലാം നമ്മൾ മന്ത്ലി ഡെയിലി അതുപോലെ വീക്ക്ലി ബേസിസിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഒരു ഡെയിലി പേഴ്സണലൈസ് സ്റ്റഡി പ്ലാനോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമോ അല്ലെങ്കിൽ ഉഴപ്പോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിനൊന്നും ഇവിടെ യാതൊരു സ്കോപ്പും ഇല്ല. കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് അനാലിസിസ് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും അതുപോലെ SCRT ഓറിയന്റഡ് സെക്ഷൻസും എല്ലാം കൃത്യമായിട്ടും ഫ്രീ ആയിട്ട് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഒട്ടും സമയം കളയരുത്. ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ബാക്കി കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് കിട്ടും. ആൻഡ് നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. ഇനി ഒന്നും ബാക്കി വെക്കരുത്, മടി കാണിക്കരുത്, പഠിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഒന്നും വിടാതെ ഒരു മടിയും ഇല്ലാതെ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവും. സെറ്റല്ലേ? ഓക്കെ, സോ ഇതിൻ്റെ അപ്കമിങ് ഡീറ്റെയിൽസും ഉണ്ട്, ബാക്കി ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. സോ റൈറ്റ് നൗ സൈനിങ് ഓഫ്, ബൈ.